മലങ്കര സഭയിലെ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുള്ള ദീർഘകാല നിയമതർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച കഴിഞ്ഞ ദിവസത്തെ പുതിയ വിധി നിരവധി പ്രധാന നിയമവശങ്ങൾ വ്യക്തമാക്കുന്നു. ജസ്റ്റിസ് ഡോക്ടർ AK ജയശങ്കർ നമ്പ്യാർ ഉൾപ്പെട്ട ബെഞ്ചാണ് വിവിധ റിട്ട് അപ്പീലുകൾ ഒരുമിച്ച് പരിഗണിച്ച് പൊതുവായ വിധി പ്രസ്താവിച്ചത്. 2017 സുപ്രീം കോടതി വിധിയായ KS വർഗീസ് കേസ് വിധി കേരള ഹൈക്കോടതി റദ്ദാക്കിയിട്ടില്ല. അതുപോലെ തന്നെ 934 ഭരണഘടനയുടെ നിയമപ്രാധാന്യം അതില്ലാതാക്കിയതായും വിധിയിൽ പറയുന്നില്ല. മറിച്ച് KS വർഗീസ് വിധിയിൽ പ്രഖ്യാപിച്ച നിയമ തത്വങ്ങളും ഒരു പ്രത്യേക പള്ളിയുടെ കൈവശാവകാശം സംബന്ധിച്ച സിവിൽ അവകാശവും തമ്മിൽ വ്യക്തമായ വ്യത്യാസം ഹൈക്കോടതി വരച്ചു കാട്ടുകയാണ് ചെയ്തത്. 2017 KS വർഗീസ് വിധിയിൽ സുപ്രീം കോടതി മലങ്കര സഭയുടെ ഭരണക്രമത്തെക്കുറിച്ച് നിർണായകമായ നിയമതത്വങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. 934 ഭരണഘടനയിൽ നിർവചിച്ചിരുന്ന പരിധിയിൽ മലങ്കര സഭ എപ്പിസ്കോപ്പൽ സ്വഭാവമുള്ളതാണ്. 934 ഭരണഘടന മലങ്കര സഭയിലെ പള്ളികളുടെ ഭരണത്തിന് ബാധകമാണ്. ഒരു ഇടവകയ്ക്ക് 934 ഭരണഘടനയ്ക്ക് വിരുദ്ധമായ മറ്റൊരു ഭരണഘടന സ്വമേധയാ രൂപീകരിക്കാനാവില്ല. 934 ഭരണഘടനയ്ക്ക് വിരുദ്ധമായി സമാന്തര ഭരണ സംവിധാനം സൃഷ്ടിക്കാനാവില്ല. വികാരി ഉൾപ്പെടെയുള്ള സഭാ ഉദ്യോഗസ്ഥരുടെ നിയമനം 934 ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായിരിക്കണം. 2002 ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ സമാന്തര ഭരണ സംവിധാനത്തിന് നിയമപരമായ അംഗീകാരം നൽകാനാവില്ലെന്ന് സുപ്രീം കോടതി അന്ന് വ്യക്തമാക്കിയിരുന്നു. സഭയുടെ സ്വത്തുക്കൾ ട്രസ്റ്റ് സ്വഭാവത്തിൽ നിലനിൽക്കുന്നതാണെന്നും ഭൂരിപക്ഷ തീരുമാനത്തിന്റെ പേരിൽ അവയെ സഭയുടെ ഭരണഘടനാപരമായ പരിധിയിൽ നിന്ന് മാറ്റാനാവില്ലെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നു. 2026 കേരള ഹൈക്കോടതി ഈ നിയമതത്വങ്ങളെ റദ്ദാക്കിയിട്ടില്ല. 2026 വിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമപരമായ വിശദീകരണങ്ങളിൽ ഒന്നാണിത്. ഒരു ഭാഗത്ത് സുപ്രീം കോടതിയുടെ നിയമപ്രഖ്യാപനമുണ്ട്, മറ്റൊരു ഭാഗത്ത് പ്രത്യേക കേസുകളിൽ പുറപ്പെടുവിച്ച ഡിക്രിയുമുണ്ട്. ഹൈക്കോടതി വ്യക്തമാക്കുന്നത് KS വർഗീസ് കേസിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ച നിയമതത്വങ്ങൾ 934 ഭരണഘടനയ്ക്ക് കീഴിലുള്ള മലങ്കര ഇടവക പള്ളികളുടെ ഭരണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ പ്രയോഗിക്കാമെന്നാണ്. എന്നാൽ അതേ കേസിലെ പ്രത്യേക ഡിക്രി മലങ്കര സഭയിലെ എല്ലാ ഇടവക പള്ളികളുടെയും ഭൗതിക കൈവശാവകാശം സ്വമേധയാ നിർണയിക്കുന്ന പൊതുവായ ഡിക്രിയായി കാണാനാവില്ലെന്നാണ്. ഇതാണ് ഈ വിധിയുടെ പ്രധാന നിയമവ്യത്യാസം. ഈ വിധിയെ 934 ഭരണഘടന ഇനി ബാധകമല്ല എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ഹൈക്കോടതി അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. മറിച്ച് KS വർഗീസ് വിധിയിൽ സുപ്രീം കോടതി അംഗീകരിച്ച 934 ഭരണഘടനയുടെ പ്രാധാന്യവും സഭാഭരണവുമായി ബന്ധപ്പെട്ട നിയമതത്വങ്ങളും ഹൈക്കോടതി അംഗീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഒരു പ്രത്യേക പള്ളിയുടെ ഭൗതിക കൈവശാവകാശം സംബന്ധിച്ച് തർക്കമുണ്ടെങ്കിൽ 934 ഭരണഘടനയും KS വർഗീസ് വിധിയെയും മാത്രം ആശ്രയിച്ച് റിട്ട് ഹർജിയിലൂടെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കൈവശാവകാശം സ്ഥാപിക്കാനാവില്ലെന്ന ആണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. പോലീസ് സംരക്ഷണം കൈവശാവകാശം സ്ഥാപിക്കുന്നതിനുള്ള മാർഗമല്ല. വിധിയിലെ മറ്റൊരു പ്രധാന തത്വം ഇതാണ്: ഒരു വ്യക്തിയോ വിഭാഗമോ ഒരു പള്ളിയുടെ സ്വത്ത് തങ്ങളുടെ കൈവശമാണെന്ന് അവകാശപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുകയും ചെയ്താൽ ആ അവകാശത്തെക്കുറിച്ച് തർക്കമുണ്ടെങ്കിൽ സിവിൽ കോടതിയിൽ നിയമപരമായ അവകാശം സ്ഥാപിക്കേണ്ടതാണ്. അതിനാൽ KS വർഗീസ് സഭാഭരണവുമായി ബന്ധപ്പെട്ട നിയമതത്വങ്ങൾ അത് വ്യക്തമാക്കുന്നു. എന്നാൽ KS വർഗീസ് വിധി മാത്രം ഒരു പ്രത്യേക പള്ളിയുടെ ഭൗതിക കൈവശാവകാശം സ്വമേധയാ സ്ഥാപിക്കുന്നില്ല. ഇത്തരം കൈവശാവകാശം, ഉടമസ്ഥാവകാശം, സ്വത്തിന്റെ സ്വഭാവം തുടങ്ങിയ തർക്കങ്ങൾ ആവശ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യോഗ്യമായ സിവിൽ കോടതിയാണ് പരിഗണിക്കേണ്ടത്. അതുപോലെ ഹൈക്കോടതിക്ക് സിവിൽ ഭരണകൂടത്തെ കൊണ്ട് പള്ളി ഏറ്റെടുക്കാൻ സാധാരണയായി നിർദ്ദേശിക്കാനാവില്ല. മതപരമായ തർക്കത്തിന്റെ പേരിൽ ഒരു പള്ളിയുടെ ഭൗതിക കൈവശം സിവിൽ ഭരണകൂടം ഏറ്റെടുക്കണമെന്ന് ഹൈക്കോടതി നേരിട്ട് നിർദ്ദേശിക്കുന്നത് ഉചിതമല്ലെന്നും വിധി വ്യക്തമാക്കുന്നു. എന്നാൽ അതിനർത്ഥം സർക്കാരിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലെന്നല്ല. പള്ളിയുടെ കൈവശാവകാശം തീരുമാനിക്കുന്നത് ഒരു കാര്യം, നിയമവും സമാധാനവും സംരക്ഷിക്കുന്നത് മറ്റൊരു കാര്യവുമാണ്.
നിയമപരമായി സ്ഥാപിക്കപ്പെട്ട അവകാശം നടപ്പാക്കുന്നതിനോ അല്ലെങ്കിൽ കോടതി ഉത്തരവ് ലംഘിക്കപ്പെടാതിരിക്കാനോ സംഘർഷവും അക്രമവും ഒഴിവാക്കാനോ ആവശ്യമായ സാഹചര്യങ്ങളിൽ പോലീസ് സംരക്ഷണം നൽകാൻ കോടതിക്ക് അധികാരമുണ്ടാകാം. സിവിൽ കോടതി ഉത്തരവുണ്ടെങ്കിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ഒരു യോഗ്യമായ സിവിൽ കോടതി ഇതിനകം തന്നെ ഒരു പ്രത്യേക അവകാശം സംബന്ധിച്ച് വിധി പ്രസ്താവിക്കുകയും ആ വിധി പ്രാബല്യത്തിൽ തുടരുകയും ചെയ്യുന്നുവെങ്കിൽ അതിന്റെ നടപ്പാക്കലിനായി ആവശ്യമായ പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതിക്ക് ഇടപെടാനാകും. അതിനാൽ പോലീസ് സംരക്ഷണത്തിന്റെ അടിസ്ഥാനമായി നിലവിലുള്ളതും നടപ്പാക്കാനാവുന്നതുമായ സിവിൽ കോടതി ഉത്തരവിന് വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ ഒരു പുതിയ തർക്കത്തിൽ ആദ്യം തന്നെ കൈവശാവകാശം നിർണയിക്കാതെ ആർട്ടിക്കിൾ 226 പ്രകാരമുള്ള റിട്ട് ഹർജിയിലൂടെ പോലീസ് സംരക്ഷണം നേടുന്നത് ശരിയായ നിയമ നടപടിയല്ലെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. 2025 സുപ്രീം കോടതി ഉത്തരവ് നിർണായകമായി 2025 ജനുവരി 30 സുപ്രീം കോടതി ബന്ധപ്പെട്ട കേസുകൾ കേരള ഹൈക്കോടതിയിലേക്ക് പുനഃപരിശോധനയ്ക്കായി തിരിച്ചയച്ചിരുന്നു. അന്ന് സുപ്രീം കോടതി പ്രധാനമായും ചില ചോദ്യങ്ങൾ പരിഗണിക്കാൻ ഹൈക്കോടതിയോട് നിർദ്ദേശിച്ചിരുന്നു. KS വർഗീസ് വിധിയിലെ നിയമ തത്വങ്ങളുടെ യഥാർത്ഥ പരിധി എന്താണ്? ആ വിധിയുടെ ഡിക്രി ആരെയെല്ലാം ബാധിക്കുന്നു? ഡിക്രി പൂർണ്ണമായി നടപ്പാക്കിയിട്ടുണ്ടോ? നടപ്പാക്കിയിട്ടില്ലെങ്കിൽ ഏത് ഭാഗമാണ് ബാക്കിയുള്ളത്? 2020 മലങ്കര ഓർത്തഡോക്സ് യാക്കോബായ സെമിത്തേരി നിയമത്തിന്റെ നിയമപ്രഭാവം എന്താണ്? ആ നിയമത്തിന് കണ്ടംപ്റ്റ് പ്രൊസീഡിങ്സിലുള്ള സ്വാധീനം എന്താണ്? മതസ്ഥാപനങ്ങളുടെ തർക്കത്തിൽ ഹൈക്കോടതി സിവിൽ ഭരണകൂടത്തെ കൊണ്ട് പള്ളി ഏറ്റെടുക്കാൻ നിർദ്ദേശിക്കേണ്ട സാഹചര്യമുണ്ടോ? സുപ്രീം കോടതി അന്ന് കേസിന്റെ മെരിറ്റ് സംബന്ധിച്ച് അന്തിമ അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നില്ല എന്നോർക്കണം. KS വർഗീസ് ഡിഗ്രി എല്ലാ പള്ളികൾക്കും സ്വമേധയാ ബാധകമല്ല. 2026 വിധിയിൽ ഉദ്ധരിക്കുന്ന കോഓർഡിനേറ്റ് ബെഞ്ചിന്റെ കണ്ടെത്തലനുസരിച്ച് KS വർഗീസ് കേസിലെ പ്രതിനിധി കേസുകൾ പ്രധാനമായും കോലഞ്ചേരി, വരിക്കോലി, മണ്ണത്തൂർ എന്നീ പള്ളികളുടെ ഭരണവുമായി ബന്ധപ്പെട്ട പ്രത്യേക തർക്കങ്ങളെയാണ് പ്രതിനിധീകരിച്ചത്. അതുകൊണ്ട് ആ കേസിലെ ഡിഗ്രി ആ പ്രത്യേക കേസുകളിൽ പ്രതിനിധീകരിക്കപ്പെട്ട ഇടവകളുമായി ബന്ധപ്പെട്ടവരെയാണ് നേരിട്ട് ബാധിക്കുന്നതെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം KS വർഗീസ് കേസിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ച നിയമതത്വങ്ങൾ 934 ഭരണഘടനയ്ക്ക് കീഴിലുള്ള മറ്റ് ഇടവക പള്ളികളുടെ ഭരണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ പ്രസക്തമാകാം. ഇത് വീണ്ടും വ്യക്തമാക്കേണ്ട ഒരു പ്രധാന വ്യത്യാസമാണ് ഡിഗ്രി എല്ലാ പള്ളികളിലും സ്വമേധയാ നടപ്പാക്കാം എന്ന വാദവും സുപ്രീം കോടതി പ്രഖ്യാപിച്ച നിയമതത്വങ്ങൾ മറ്റ് 934 ഭരണഘടനാ പള്ളികൾക്ക് ബാധകമല്ലെന്ന വാദവും രണ്ടും ഒരുപോലെയല്ല. വിവിധ അപ്പീലുകളിൽ കോടതി സ്വീകരിച്ച നിലപാട് നമുക്ക് മനസ്സിലാക്കാം. കോടതി വ്യക്തമായി പറഞ്ഞു, ബന്ധപ്പെട്ട കക്ഷികൾക്ക് അവരുടെ പള്ളി സ്വത്തുക്കളുടെ കൈവശാവകാശം സംബന്ധിച്ച അവകാശവാദം സിവിൽ കോടതിയിൽ ഉന്നയിക്കാനുള്ള അവകാശം നിലനിൽക്കുമെന്ന്. അതായത് ഈ വിധി ഓരോ പള്ളിയുടെയും ടൈറ്റിൽ പൊസഷൻ തർക്കം മെറിറ്റ്സിൽ അന്തിമമായി തീരുമാനിച്ചിട്ടില്ലെന്ന്. ഈ അപ്പീൽ നൽകിയവർ യഥാർത്ഥ റിട്ട് ഹർജിയിലെ കക്ഷികളായിരുന്നില്ല. അവർ തങ്ങളാണ് യഥാർത്ഥ ഭാരവാഹികൾ എന്ന് അവകാശപ്പെട്ടെങ്കിലും ആ അവകാശവാദം ഈ നടപടിയിൽ പരിഗണിക്കാൻ കോടതി തയ്യാറായില്ല. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ മധ്യസ്ഥ ശ്രമം മറ്റൊരു കടവുമായി. ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം അത് ദശാബ്ദങ്ങളായി തുടരുന്നതും നിരവധി നിയമ നടപടികൾക്ക് ശേഷവും പ്രശ്നങ്ങൾ പൂർണ്ണമായി അവസാനിക്കാത്തതും കോടതി ശ്രദ്ധയിൽപ്പെടുത്തി. ഇതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിനോട് കോടതി സജീവമായ ഇടപെടൽ സാധ്യമാണോ എന്ന് ചോദിക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാർ കോടതിയിൽ നൽകിയ പ്രസ്താവന പ്രകാരം കേരളത്തിൽ ഏകദേശം 1100 മലങ്കര പള്ളികൾ ഇരു വിഭാഗങ്ങളുടെയും നിയന്ത്രണത്തിലുണ്ട്. തർക്കം ഏകദേശം ഒരു നൂറ്റാണ്ടായി തുടരുന്നു. പലപ്പോഴും നിയമ സമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി നേരിട്ട് വിഷയം ഏറ്റെടുത്തിട്ടുമുണ്ട്. ഇരു വിഭാഗങ്ങളുടെയും സഭാ നേതൃത്വത്തെ ചർച്ചയ്ക്ക് കൊണ്ടുവരാനുള്ള ശ്രമം സർക്കാർ നടത്തും. ഉന്നതതല മധ്യസ്ഥ ശ്രമങ്ങൾ ആരംഭിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഭാവിയിൽ ലഭിക്കുന്ന ഒത്തുതീർപ്പ് കോടതിയുടെ മുമ്പാകെ സമർപ്പിക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ഈ പ്രസ്താവന രേഖപ്പെടുത്തുകയും സർക്കാരിന്റെ ശ്രമങ്ങൾ ഫലപ്രദമാകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. മതകാര്യങ്ങളിൽ സാധാരണയായി സർക്കാർ നിഷ്പക്ഷതയും അതുപോലെ തന്നെ ഇടപെടലിലെ നിയന്ത്രണവും പാലിക്കേണ്ടതാണ്. എന്നാൽ മതപരമായ തർക്കങ്ങൾ പൊതുസമൂഹത്തിന്റെ നിയമവും
സമാധാനവും പൊതുസുരക്ഷ, പൗരന്മാരുടെ അവകാശങ്ങൾ എന്നിവയെ ബാധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് ഇടപെടേണ്ട ഭരണഘടനാപരമായ ഉത്തരവാദിത്വമുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അത്തരം ഇടപെടലിന്റെ മാർഗങ്ങൾ മധ്യസ്ഥത, സമവായം, ആവശ്യമായ ഭരണ നടപടി, ഏറ്റവും അവസാന മാർഗമായി നിയമനിർമ്മാണം എന്ന രീതിയിലായിരിക്കാമെന്നാണ് കോടതി സൂചിപ്പിച്ചത്. ഈ വിധിയുടെ യഥാർത്ഥ നിയമ സന്ദേശം: ഒന്നാമത്, 2017 KS വർഗീസ് വിധി കേരള ഹൈക്കോടതി റദ്ദാക്കിയിട്ടില്ലെന്ന് തന്നെയാണ്. രണ്ടാമത്, 934 ഭരണഘടനയുടെ നിയമപ്രാധാന്യം ഈ വിധിയിലൂടെ ഇല്ലാതാക്കിയിട്ടില്ല. മൂന്നാമത്, KS വർഗീസ് വിധിയിലെ നിയമപ്രഖ്യാപനവും ആ കേസിലെ പ്രത്യേക ഡിഗ്രിയും തമ്മിൽ കോടതി വ്യക്തമായ വ്യത്യാസം വരച്ചു കാണിച്ചു. നാലാമത്, ഒരു പ്രത്യേക പള്ളിയുടെ പൊസഷൻ ടൈറ്റിൽ തർക്കം KS വർഗീസ് വിധി മാത്രം ചൂണ്ടിക്കാട്ടി ആർട്ടിക്കിൾ 226 പ്രകാരമുള്ള പോലീസ് സംരക്ഷണ റിട്ടിലൂടെ തീരുമാനിക്കാനാവില്ല. ആവശ്യമായാൽ സിവിൽ കോടതിയിൽ അവകാശം സ്ഥാപിക്കണമെന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ വിധിയെ 934 ഭരണഘടനയെ ഹൈക്കോടതി തള്ളിക്കളഞ്ഞുവെന്നോ KS വർഗീസ് വിധി ഇനി ബാധകമല്ലെന്നോ വ്യാഖ്യാനിക്കുന്നത് വിധിയുടെ യഥാർത്ഥ ഉള്ളടക്കവുമായി പൊരുത്തപ്പെടുന്നില്ല. അതേസമയം KS വർഗീസ് ഡിഗ്രി മലങ്കര സഭയിലെ എല്ലാ പള്ളികളുടെയും പൊസഷൻ സ്വമേധയാ നിർണയിക്കുന്ന ഒരു പൊതുവായ എക്സിക്യൂഷൻ ഡിഗ്രിയാണെന്ന വാദവും ഈ വിധി അംഗീകരിക്കുന്നില്ല. ചുരുക്കത്തിൽ 2026 കേരള ഹൈക്കോടതി വിധിയുടെ പ്രധാന സംഭാവന 934 ഭരണഘടനയുടെയും KS വർഗീസ് വിധിയുടെയും നിയമപ്രാധാന്യം ഇല്ലാതാക്കുന്നതല്ല, മറിച്ച് ഒരു സുപ്രീം കോടതി വിധിയിലെ ലാ ഡിക്ലെയർഡ് എന്ന ഭാഗവും ഒരു പ്രത്യേക കേസിലെ ഡിഗ്രി എന്ന ഭാഗവും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കുന്നതുമാണ്. സഭാഭരണവുമായി ബന്ധപ്പെട്ട നിയമതത്വങ്ങൾ ഒരു വശത്തും പ്രത്യേക പള്ളി സ്വത്തിന്റെ ടൈറ്റിൽ പൊസഷൻ സംബന്ധിച്ച സിവിൽ അവകാശങ്ങൾ മറുവശത്തും നിൽക്കുന്നു. അതിനാൽ ഭാവിയിലെ ഓരോ പള്ളി തർക്കത്തിലും ചോദിക്കേണ്ട പ്രധാന ചോദ്യങ്ങൾ ഇവയായിരിക്കും. ഒന്ന്, ആ പള്ളി 934 ഭരണഘടനയ്ക്ക് കീഴിലുള്ളതാണോ? രണ്ട്, അവിടെ നിലവിലുള്ള ഭരണാവകാശം എന്താണ്? മൂന്ന്, ബന്ധപ്പെട്ട സ്വത്തിന്റെ ടൈറ്റിൽ പൊസഷൻ ആരുടേതാണെന്ന് സിവിൽ കോടതി തീരുമാനിച്ചിട്ടുണ്ടോ? നാല്, നിലവിലുള്ള കോടതി ഡിഗ്രി ഉണ്ടോ? അഞ്ച്, ആ ഡിഗ്രി നടപ്പാക്കുന്നതിന് മാത്രമാണോ പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഓരോ പ്രത്യേക പള്ളിത്തർക്കത്തിലും നിയമപരമായ പരിഹാരത്തിന്റെ ദിശ നിർണയിക്കുക.